ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിലൊന്നാണ് ടാലി. ശക്തവും വേഗതയേറിയതുമായ ടാലി മനസ്സിലാക്കുവാനും ഉപയോഗിക്കുവാനും വളരെ എളുപ്പമാണ്. ടാലിയിൽ നമുക്ക് അക്കൗണ്ട്സ്, ഇൻവെന്ററി, ടാക്സ് എന്നിവ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ പറ്റും. ഇനി ടാലി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി ടാലിയിൽ വന്ന് ഈ കാണുന്ന ടാലി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ടാലിയുടെ ഷോർട്ട്കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ ടാലി ഓപ്പൺ ചെയ്യാവുന്നതാണ്. ടാലി ഓപ്പൺ ചെയ്തു വരുമ്പോൾ ഇതേ രീതിയിൽ ആക്ടിവേഷൻ ഫോം വരുന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ആക്റ്റീവ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. നാം ഉപയോഗിക്കുന്ന ടാലി സോഫ്റ്റ്വെയർ ഒറിജിനൽ ആണെങ്കിൽ 45 ദിവസം കൂടുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടാലി എഡ്യൂക്കേഷൻ വേർഷനായി മാറും. എഡ്യൂക്കേഷൻ വേർഷനിൽ ഓരോ മാസത്തെയും 1, 2, 31 തീയതികൾ മാത്രമേ എൻ്റർ ചെയ്യുവാൻ കഴിയൂ. ടാലി ആക്ടിവേറ്റ് ചെയ്യുന്നതിന് അതിന്റെ സീരിയൽ നമ്പർ, കീ, ഇമെയിൽ അഡ്രസ് എന്നിവ ഈ ഫോമിൽ നൽകേണ്ടതാണ്. നാം ഇവിടെ ടാലി ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ വേർഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനായി കീബോർഡിൽ എസ്കേപ്പ് കീ അമർത്തുക. ടാലി ഓപ്പൺ ചെയ്തു വരുമ്പോൾ ടാലിയുടെ ഓപ്പൺ സ്ക്രീനാണ് കാണുന്നത്. ടാലി സോഫ്റ്റ്വെയറിന്റെ മുകളിലായി നീല നിറത്തിലുള്ള ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടനാണ് മിനിമൈസ് ബട്ടൺ. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടാലിയെ മിനിമൈസ് ചെയ്ത് ടാസ്ക് ബാറിലേക്ക് ഒരു ബട്ടണായി ഇടാവുന്നതാണ്. വീണ്ടും ഈ സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ടാസ്ക് ബാറിൽ കാണുന്ന ടാലി എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ വീണ്ടും റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ഓപ്പണിംഗ് സ്ക്രീനിനെ ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറയുന്നു. ഗേറ്റ്വേ ഓഫ് ടാലിയെ 4 തരംതിരിച്ചിരിക്കുന്നു. ഈ കാണുന്ന ഏരിയയെ ടോപ്പ് ഏരിയ എന്നാണ് പറയുന്നത്. ഈ ടോപ്പ് ഏരിയയുടെ ഇടതുവശത്തായി കമ്പനിയുടെ പേര്, കമ്പനിയുടെ വെബ്സൈറ്റ് അഡ്രസ്, വലതുഭാഗത്തായി പ്രോഡക്റ്റ് ടൈപ്പ്, സീരിയൽ നമ്പർ എന്നിവയും കാണാവുന്നതാണ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ എഡ്യൂക്കേഷണൽ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ടാലി 9.0ൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കാണുവാനായി സാധിക്കും. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണുവാനായി സാധിക്കും. പ്രിന്റ്, എക്സ്പോർട്ട്, ഇമെയിൽ, അപ്ലോഡ് എന്നിവ. ടാലിയിൽ നിന്നുകൊണ്ടുതന്നെ ഡയറക്റ്റായിട്ട് പ്രിന്റ് ചെയ്യുവാനുള്ള ഓപ്ഷനാണ് പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ പുതിയ വേർഷനിലേക്കോ ഡാറ്റ മാറ്റുവാനുള്ള ഓപ്ഷനാണ് എക്സ്പോർട്സ്. ടാലി വെബുമായി കണക്ട് ചെയ്യുവാനുള്ള ഓപ്ഷനാണ് ഇമെയിൽ. അതുപോലെ തന്നെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷനാണ് അപ്ലോഡ്. അതുപോലെ തന്നെ ഇവിടെ ടാലിയുടെ ഭാഷ മാറ്റുന്നതിനും കീബോർഡ് ഭാഷ മാറ്റുന്നതിനും സാധ്യമാക്കുന്ന 2 ഓപ്ഷനുകളാണ് ലാംഗ്വേജ്, കീബോർഡ് ഓപ്ഷൻസ്. അതുപോലെ തന്നെ ടാലിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ലഭിക്കുവാനുള്ള ഓപ്ഷനാണ് ഹെൽപ്പ്. ഇതിന് താഴെയായി ഈ കാണുന്ന ഏരിയയാണ് മെയിൻ ഏരിയ അല്ലെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറയുന്നത്. ഗേറ്റ്വേ ഓഫ് ടാലിയെ തന്നെ വീണ്ടും 2 തരംതിരിച്ചിരിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏരിയ എന്നും റൈറ്റ് ഹാൻഡ് സൈഡ് ഏരിയ എന്നും. ഗേറ്റ്വേ ഓഫ് ടാലിയിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏരിയയിൽ കറന്റ് പീരിയഡ്, കറന്റ് ഡേറ്റ്, ലിസ്റ്റ് ഓഫ് സെലക്ടഡ് കമ്പനീസ് മുതലായവയാണ് ഉൾക്കൊള്ളുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏരിയയിൽ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉൾക്കൊള്ളുന്നത്. അതായത് ഒരു കമ്പനിയുടെ കറന്റ് ഫിനാൻഷ്യൽ പീരിയഡ് ആയിരിക്കും കറന്റ് പീരിയഡ്. സാധാരണയായി ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 മുതലായിരിക്കും. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് മാർച്ച് 31 വരെ.